ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട്, ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൻ്റെ കറൻറ്റ് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ചെയ്യും. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. ഏരീസ്, എന്താണ് നിങ്ങളുടെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഈ ഫോർമാറ്റ് കുറച്ചൊരു ഡിഫറെൻറ്റ് ഫോർമാറ്റാണ് ഇപ്രാവശ്യം ഞാൻ ചെയ്യണത്. നിങ്ങൾ എൻ്റെ ചാനലിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മുമ്പേയും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് ഫോർമാറ്റിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഫോർമാറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻസിൽ എഴുതുക. ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ഡീറ്റെയിൽ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഫോർമാറ്റ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ? അപ്പോൾ ആദ്യത്തെ കാർഡ് തന്നെ എംപറർ എനർജിയാണ്. ഇത് നിങ്ങളുടെ തന്നെ കാർഡാണ്, ഏരീസ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓ വാവ്, ഇവിടെ എംപ്രസ് എനർജി ഉണ്ട്. ആൻഡ് ഇവിടെ ഹൈറോഫാണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു മാരേജിൻ്റെ സിറ്റുവേഷനാണ്. ഇത് ഒരു മാരീഡ് എനർജി കാണാണ്ട് ഇവിടെ ഫാമിലിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരീഡ് അല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണർ ആവും എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു നിങ്ങളുടെ മനസ്സിൽ. അത് ഈ പേഴ്സൻ്റെ കൂടെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഡിവൈൻ പെയറാണ്. നിങ്ങൾ രണ്ടാളും ഒരു ഡിവൈൻ കപ്പിളാണ് ഇവിടെ, പവർ കപ്പിൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കറൻറ്റ് സിറ്റുവേഷനിൽ വേറെ എന്താണ് നമ്മൾക്ക് അറിയാൻ പറ്റുക? അതല്ലച്ചാൽ നിങ്ങൾ രണ്ടാളും, ഇതിപ്പോൾ നിങ്ങൾ രണ്ടാളും മാരീഡ് അല്ലച്ചാൽ നിങ്ങൾ രണ്ടാളും വേറെ ആൾക്കാരുടെ കൂടെയും മാരീഡ് ആവാം. പക്ഷേ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് കുറേ കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെയും ആവാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ വേറെയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ പാർട്ട്ണർ വേറെ ആരുമാണ്. പക്ഷെ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, തേർഡ് പാർട്ടി മാതിരി. ബട്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു നല്ല കമ്പാറ്റബിലിറ്റി ഉണ്ട്, അങ്ങനെയും ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ എന്താണ് ഇവിടെ 4 of Wands? ഇവിടെ ഡെഫിനറ്റ്ലി മാരേജും സെലിബ്രേഷനൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ട്. 5 of Pentacles, ഒരു റിജക്ഷൻ്റെ പോലെ ഒരു ഫീലിംഗ്. 3 of Wands, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു റിജക്ഷൻ്റെ ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക്. എന്താ വെച്ചാൽ മേ ബി നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ സമയം കിട്ടുന്നുണ്ടാവില്ല, മുമ്പത്തെ മാതിരി ആ റൊമാൻസ് ഉണ്ടാവില്ല. അതല്ല വെച്ചാൽ വേറെ പ്രശ്നങ്ങളുണ്ടാവാം. 3 of Wands ഉണ്ട് ഇവിടെ. അതുണ്ടായിട്ടും ഹോപ്പുണ്ട് നിങ്ങൾക്ക്, അതെല്ലാം മാറും, എല്ലാം ചേഞ്ച് ആവും, ഒരു നല്ല സമയം വരും എന്ന് ഹോപ്പുണ്ട്. അപ്പോൾ എന്താണ് പാസ്റ്റിലുണ്ടായി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്? ജഡ്ജ്മെൻറ്റ്, ലവേഴ്സ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് എന്താണ്? സ്റ്റാർ. അപ്പോൾ പാസ്റ്റിലും ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ, പക്ഷെ അതിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഒരു റെന്യൂവൽ ആയ പോലെ ഒരു പുതിയ തുടക്കം ഉണ്ടായി. ഇവിടെ ഞാനൊരു സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്, ലവേഴ്സ്. പക്ഷേ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയുമാണ്. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കി നിങ്ങൾ. ക്വീൻ ഓഫ് കപ്സ്, ഇവിടെ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ഉണ്ട്. അപ്പോൾ ഈ ലവേഴ്സ് എനർജി എന്താണ് ഇവിടെ? വീൽ ഓഫ് ഫോർച്യൂൺ, ക്വീൻ ഓഫ് കപ്സ് എന്താണ്? അപ്പോൾ എന്തോ ഇവിടെ ഒരു അഫെയറിൻ്റെ എനർജിയും കാണാണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടാളും മേ ബി വേറെ ആൾക്കാരുടെ കൂടെ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഈ അഫെയർ ഇവിടെ ഞാൻ കാണുന്നത്
നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു അഫെയർ ഉണ്ടായി, അതല്ല വെച്ചാൽ ഇവിടെ നിങ്ങൾ രണ്ടാളും മാരീഡ് ആണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൻ്റെ ഇവിടെ അഫെയർ ഉണ്ടായിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ നിങ്ങൾ പുറത്തു വന്നു എന്ന് വെച്ചാൽ ഈ കാര്യം പുറത്തു വന്നിട്ട് നിങ്ങളത് ആ സിറ്റുവേഷന് ഹീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ ഇപ്പോഴും കാണുന്നത് ഒരു മാരീഡ് കപ്പിളാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഒരു റിജക്ഷൻ്റെ ഫീലിംഗും ഉണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരുമ്പോൾ ഒരു ഫീലിംഗ് അങ്ങനെ എപ്പോഴും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്തു, ഈ പേഴ്സൺ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട്, ആ ഫീലിംഗ് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? കറണ്ട് ഫീലിങ്സിൽ 5 ഓഫ് സോഡ്സ് ആണ്, പേജ് ഓഫ് കപ്സ് ഉണ്ട്, ടവർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ കുറേ വഴക്കിൻ്റെ എനർജി കാണാണ്ട്, കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. പക്ഷേ നിങ്ങളിവിടെ എവിടെയോ കോംപ്രമൈസ് ചെയ്തു, അവരും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടവർ എനർജി ഉണ്ട്, ഒരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ ബിഗിനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ടായി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സൺ ഇപ്പോൾ ഈ ഷോക്കിന് പുറത്തു വരാൻ നോക്കണു. എന്താ വെച്ചാൽ അവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു കോംപ്രമൈസ് ഉണ്ട്, പക്ഷേ അവർ ഇപ്പോഴും എന്തോ ഒരു ബാഗേജാണ് ക്യാരി ചെയ്യണേ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് വോൺസ്. നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ കുറേ ഇമ്മച്യോറാണ്, കുറേ ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജിയും കാണാണ്ട്, വഴക്കിൻ്റെ എനർജി ഉണ്ട്, ഇപ്പോഴും ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യണോ ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുമെന്ന് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ് എക്സാക്ട്ലി ചാലഞ്ച് ഉള്ളത്? മജിഷ്യൻ, കിങ് ഓഫ് വോൺസ്. ഇവിടെ ചാലഞ്ച് ഉള്ളത് ഒരു പേഴ്സൺ ഇവിടെ കുറേ പോപ്പുലറാണ്, അവരുടെ വേറെ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ഫയർ സൈൻ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷൻസ് ആണോ ഇവിടെ ഉള്ളത്? അതല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഓപ്ഷൻ, അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കണു, ഈ സിറ്റുവേഷനിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക നിങ്ങൾ. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്, ഒരു എൻഡിങ്ങും ഒരു പുതിയ ബിഗിനിങ്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ എനർജി, അതും ഒരു ചാലഞ്ചായിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ ഇവിടെ ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു തുടക്കമുണ്ട്. ആൻഡ് എല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണ് ആക്ച്വലി, പക്ഷേ അത് ചാലഞ്ചായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്, പക്ഷേ കുറേ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. എന്താണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടി? അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് ഗിവ് അപ്പ് ചെയ്യരുത്. ചില ചാലഞ്ചസ് ഉണ്ട് ഈ സിറ്റുവേഷനിൽ, ബ്ലോക്ക് ഉണ്ട്, പക്ഷേ ഇവിടെ എപ്പോഴും ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ ബ്ലോക്സിനൊക്കെ നിങ്ങൾക്ക് വേഗം ഓവർകം ചെയ്യാൻ പറ്റും. കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പ് ഔട്ട്കം വന്നിരിക്കുകയാണ് 10 ഓഫ് വോൺസ്. അപ്പോൾ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, പക്ഷെ അത് എൻഡ് ആവാൻ പോകുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ എഫേർട്ട് ഇടാൻ കണ്ടിന്യൂ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. കുറേ ഒരു ലെസൺ ലേൺ ചെയ്യണ എനർജിയും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഒരു പാസ്റ്റ് ഉണ്ട്, പാസ്റ്റിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ നിങ്ങൾ ലെസൺസ് പാഠം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഓക്കെ, ഇത് നമ്മൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് വേണം ഈ റിലേഷൻഷിപ്പിനെ റിവൈവ് ചെയ്യാമെന്ന്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാനിവിടെ ഹീലിംഗിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ സെപ്പറേഷനും ആവാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, പക്ഷേ നിങ്ങൾ അതിന് പുറത്തു വരാൻ നോക്കണോ, ഹീൽ ചെയ്യാൻ നോക്കണോ. ഓക്കെ, അത് പോസിറ്റീവാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ഏരീസ്, വർത്ത് വെയിറ്റിംഗ് ഫോർ, ഡിവൈൻ ടൈമിംഗ് ഇസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാച്ചാലും യൂണിവേഴ്സ് പറയണേ കുറച്ച് വെയിറ്റ് ചെയ്യുക, ഇത് വെർത്താണ്, വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ ഗൈഡൻസ് തരണേ. അപ്പോൾ എന്താണ് ഇവിടെ ലവ് മെസ്സേജ്? അപ്പോൾ ഇവിടെ ഒരു ലവ് മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക, അതല്ല നിങ്ങളായിരിക്കും ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. സ്പിരിച്വൽ
കെയോസ്, ഈഗോ ഡെത്ത്, ഡൗൺവേർഡ് സ്പൈറൽ, സ്പിരിച്വൽ അവേക്കനിങ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കുറേ ഇഷ്യൂസ് ഉണ്ടായി, ഈഗോ ഉണ്ടായി, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇപ്പോൾ വരാൻ പോണ സമയം ഒരു നല്ല അപ്ലിഫ്റ്റിംഗ് സമയമാണ്. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാനൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അതൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ മൂന്നാമത്തെ കാർഡ്? ഇവിടെ ടു റിസ്കി. യു ഫീൽ ലൈക്ക് ഇറ്റ്സ് നോട്ട് വർത്ത് ദ റിസ്ക് ബട്ട് ഓപ്പണിംഗ് യുവർ ഹാർട്ട് ഇസ് എ റിസ്ക് വർത്ത് ടേക്കിംഗ്. അപ്പോൾ ഇവിടെ എവിടെയോ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഹോപ്പില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ യൂണിവേഴ്സ് പറയണത് കുറച്ച് റിസ്ക് എടുക്കുക. ഓക്കെ, അവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള റിസ്ക് ഇല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന് വേറൊരു ചാൻസ് കൊടുക്കണ റിസ്ക്, അതും ഒരു റിസ്ക്കാണ്. നോട്ട് മൈ ടൈപ്പ്. ബി ഓപ്പൺ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ബിക്കോസ് യു മേ ബി സർപ്രൈസ്ഡ് ഹു യു ഫൈൻഡ്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ ടൈപ്പ് അല്ല എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് വെച്ചാൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഓപ്പൺ യുവർ മൈൻഡാണ്. ചിലപ്പോൾ ചിലവർക്ക് നിങ്ങൾക്ക് തോന്നും അവർ നിങ്ങളുടെ ടൈപ്പ് അല്ല എന്ന്, പക്ഷേ അവരായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ്. ഓക്കെ, അപ്പോൾ ഏരീസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഓക്കെ, കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ടോറസ്, വെർഗോ, അക്വേറിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. റെസനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.